ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തു തന്നെയായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനും TG സജിത്തും ചേരുന്നു. ആദ്യം TG സജിത്തിലേക്ക്. സജിത്ത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പല അറസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഓരോ അറസ്റ്റിലും ഇതിന്റെ ബാക്കിയുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുമെന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചപ്പോഴും തന്ത്രിയിലേക്ക് ഈ അറസ്റ്റ് എത്തുന്നു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയായിരുന്നു ഈ അറസ്റ്റ്? അശ്വതി സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ നീക്കമാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസ് അന്വേഷണം നടത്തുന്ന സംഘത്തിന് അവരുടെ നിർണായക നീക്കമാണ്. ഒരുപക്ഷെ ഈ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന തോന്നലുളവാക്കിയപ്പോഴാണ് തന്ത്രിയിലേക്ക് എത്തുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 10 മണിക്കാണ് തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിവരശേഖരണത്തിന് വേണ്ടി വിളിച്ചു വരുന്നത്. ചോദ്യം ചെയ്യലായി തന്നെ മാറുന്നു. അങ്ങനെ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കും എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലായിരിക്കും. ഈഞ്ചയ്ക്കലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അതിനൊടുവിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും കണ്ഠരര് രാജീവരിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് നിലവിൽ കസ്റ്റഡിയിലുള്ള 2 പേരുടെ മൊഴികളാണ്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് ശബരിമലയിൽ എത്താൻ ഇടയായ സാഹചര്യവും തൻ്റെ ഇടപാടുകളിലും അതിലൊക്കെ തന്ത്രി ചെയ്ത സഹായങ്ങൾ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘവുമായി പങ്കുവച്ചു എന്നാണ് വിവരം. മറ്റൊന്ന് A. പത്മകുമാറാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ ഇക്കാര്യത്തിൽ ശബരിമല തന്ത്രിക്കുണ്ടായ ഇടപെടലിൻ്റെ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാരണങ്ങളുമാണ് ഇപ്പോൾ ഈ കണ്ഠരര് രാജീവരിലേക്ക് അറസ്റ്റ് എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ, സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് പുറത്തേക്ക് കൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ അനുമതി നൽകേണ്ട വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് കണ്ഠരര് രാജീവര്. അദ്ദേഹം മഹസറിൽ ഒപ്പുവെച്ചു എന്നതിനും രേഖകളുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആ നടപടിക്രമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടി പിഴവ് വ്യക്തമാക്കപ്പെടുകയാണ്. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിലെത്തി, എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞു? നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയത് ആദ്യം ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒന്നും പിന്തുണയോ അറിവോടെയോ അല്ല, മറിച്ച് അവിടുത്തെ ക്ഷേത്ര പൂജാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ പരികർമ്മി എന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത്. തുടർന്ന് തന്ത്രിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധം ശബരിമലയ്ക്ക് പുറത്തേക്കും വ്യാപിക്കുന്നു. അതിന് പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില വ്യവസായ ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലെ താന്ത്രികമായ ചില ഇടപെടലുകളും പിന്നീട് അതിന് ചില വ്യവസായ താല്പര്യങ്ങളും വ്യാവസായിക കച്ചവട താല്പര്യങ്ങളും പുറത്തേക്കുണ്ടാവുകയുമാണ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വഴി അതായിരുന്നു. ഇതിൻ്റെ കണ്ണികളിലാണ് തന്ത്രിക്കും പങ്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ കൂടി ഉണ്ടാവുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ശബരിമലയിലെ സ്വർണം പുറത്തേക്ക് പോയതിന് തന്ത്രിക്കും പങ്കുണ്ട് എന്നത് രേഖാമൂലം തന്നെ മഹസറിലെ ഒപ്പ് ഒരു തെളിവായി മാറുന്നു. മറ്റൊന്ന്, ഇരുവരും നൽകുന്ന മൊഴികളാണ്. ആ മൊഴികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയ വഴിയും അതിനുശേഷം നടത്തിയ ഇടപാടുകളിലുമൊക്കെ തന്ത്രിയുടെ പങ്ക് കൂടി വ്യക്തമാക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് എത്താൻ ഇത്ര കണ്ടു വൈകി എന്ന ചോദ്യമുണ്ടായി. കാരണം പലപ്പോഴും ഈ അന്വേഷണ സംഘത്തിൻ്റെ നാൾ വഴികളിൽ എന്തുകൊണ്ട് ശബരിമലയിലെ തന്ത്രപ്രധാനമായ ചുമതലകൾ വഹിച്ചിരുന്ന ഈ വ്യക്തികളിലേക്ക് അന്വേഷണം എത്തിയില്ല? നമ്മൾ ഇന്നലെ കണ്ടതാണ്. ശബരിമലയിലെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ അടക്കമുള്ളവർ പലവട്ടം അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യമുനയിലൂടെ കടന്നുപോയവരാണ്. ഇവരൊക്കെ അറസ്റ്റിൻ്റെ വക്കിലാണ്. പലപ്പോഴും സുപ്രീം കോടതിയിൽ പോലും എത്തി മുൻകൂർ ജാമ്യത്തിന് ശ്രമങ്ങളൊക്കെ ഇവർ നടത്തിയതുമാണ്. പക്ഷേ എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് മാത്രം എത്തുന്നില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനു കൂടിയുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഈ നീക്കമുണ്ടാവുന്നത്. അങ്ങനെയാണ് കണ്ഠരര് രാജീവരിലേക്ക് അറസ്റ്റ് എത്തുന്നത് എന്നതാണ് സാഹചര്യം. ഒടുവിൽ അന്വേഷണ സംഘം അവരുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം നടക്കുന്ന ഈ അന്വേഷണത്തിൽ കോടതി വമ്പൻ സ്രാവുകളെ അടക്കം പിടികൂടണമെന്ന് നിർദ്ദേശം നൽകുമ്പോൾ ആ സ്രാവുകളിലൊന്നായി ഈ കണ്ഠരര് രാജീവര് മാറുന്നു എന്നതാണ് സാഹചര്യം. അതാണ് ഈ അറസ്റ്റിലേക്ക് വഴി തുറക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും SITയുടെ കണ്ടെത്തലുകൾ എന്താണ്? പുറത്തു വന്ന വിവരങ്ങൾ മാത്രമാണോ? മറ്റു കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടോ? ഒരുപക്ഷെ അതിന് കൂടുതൽ ഉറപ്പിന് വേണ്ടി ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഈഞ്ചയ്ക്കലുള്ള SITയുടെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് അവിടുത്തെ ദൃശ്യങ്ങളാണ്. ഈ ഓഫീസിലേക്കാണ് രാവിലെ 10 മണിക്ക് കണ്ഠരര് രാജീവരെ വിളിച്ചു വരുത്തിയത്. ഇതാ ഇപ്പോൾ കടന്നുപോകുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന വാഹനത്തിൽ കണ്ഠരര് രാജീവരുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. ആ ദൃശ്യങ്ങളിൽ ആ വാഹനത്തിനുള്ളിൽ കണ്ഠരര് രാജീവരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്നതാണ് അതിസുപ്രധാനമായ നീക്കമാണ്. അശ്വതി, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ശബരിമലയിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മണ്ഡല മകരവിളക്ക് ഉത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. മകരവിളക്ക് ദിവസം വരാനിരിക്കുന്നു. 14-ാം തീയതി മകരവിളക്ക് ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ ആ ഉത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്നത്. ഓരോ വർഷവും ശബരിമലയിലെ താന്ത്രിക വിധി 2 കുടുംബങ്ങൾ മാറി മാറി, താഴമൻ കുടുംബത്തിനാണ് അതിൻ്റെ താന്ത്രിക അവകാശമെങ്കിലും 2 പേരിലായി മാറി മാറിയാണ് വർഷാവർഷങ്ങളിൽ പോകുന്നത്. ഇത്തവണ അവിടെ ചുമതല വഹിക്കുന്നത് കണ്ഠർ മഹേഷ് മോഹൻ ാണ്. കണ്ഠർ മഹേശ്വരുടെ മുൻ തന്ത്രിയുടെ മകൻ. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ചുമതലയുള്ളത്. അതേസമയം മുൻ വർഷത്തിൽ അവിടെ കണ്ഠർ രാജീവരായിരുന്നു. അടുത്ത വർഷവും വരേണ്ടത് താന്ത്രിക ചുമതല പ്രകാരം അദ്ദേഹം തന്നെയാണ്, കണ്ഠർ രാജീവർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം അന്വേഷണത്തിൻ്റെ മുന്നിലേക്ക് വന്നു, അദ്ദേഹം അറസ്റ്റിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയെ സംബന്ധിച്ച്, ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു തീരുമാനവും നീക്കവും കൂടിയായി ഇത് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പിടിയിലായിരിക്കുന്നത് ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാണ്. താന്ത്രിക പ്രകാരം, വിശ്വാസപ്രകാരം അയ്യപ്പനും മുകളിൽ. അപ്പോൾ അന്വേഷണം ശരിയായ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയത് അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അന്വേഷണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാ കാര്യവും. അതാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറയുന്നു. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ SIT വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. എന്തും ഏത് സമയത്തും സംഭവിക്കും എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഉച്ചയോടെ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ രണ്ടാമതും വിളിപ്പിക്കുന്നു, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അത് അന്തിമഘട്ടമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴി ഇവിടെ എത്രത്തോളം നിർണായകമായി എന്നുള്ളതാണ്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഈ ദൈവതുല്യൻ എന്ന് പത്മകുമാർ പറഞ്ഞത് ഇയാളെ തന്നെയാണോ, തന്ത്രിയെ തന്നെയാണോ, തന്ത്രി കണ്ഠർ രാജീവരെ തന്നെയാണോ എന്നുള്ള ചോദ്യത്തിന് ഇനി വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ അന്തിമ അന്വേഷണ റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കാൻ SIT ഒരുങ്ങുമ്പോൾ ഇനിയും അന്വേഷണം, അല്ലെങ്കിൽ ഇനിയും അന്വേഷണ സംഘം ആരിലേക്കൊക്കെ എത്തുമെന്ന് കണ്ടറിയണം. തീർച്ചയായിട്ടും. അതായത് ഇതൊരു രാഷ്ട്രീയ ഉന്നതനെ ലക്ഷ്യമിട്ടുകൊണ്ടാണോ പത്മകുമാർ അത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന സംശയം വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ, മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായി SIT വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടെ ഈ സംശയങ്ങളുടെ ആക്കം വർദ്ധിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ പറഞ്ഞു. പക്ഷെ അപ്പോഴും തന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മകരവിളക്കിന് ശേഷം മാത്രമേ കടുത്ത നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ എന്നായിരുന്നു പ്രതീക്ഷ. അതേസമയം സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് നടപടികൾ വൈകിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് SIT എത്തിയതെന്നാണ് വിവരം. കാരണം അങ്ങനെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ SIT കണ്ടെത്താത്ത കാര്യങ്ങൾ പെട്ടെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്ന ED കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ SITയുടെ ഇതുവരെയുള്ള അന്വേഷണം സംബന്ധിച്ച വലിയ തരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും വരും. അന്വേഷണ സംഘത്തിന്റെ സ്വകാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന മറ്റ് പാർട്ടികളുടെ ആക്ഷേപങ്ങളുടെ ആക്കം കൂടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.